അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എൻ്റെ സെൻസിറ്റീവ് ആക്നെ പ്രോൺ ഓയിലി സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ചയെ ഇടാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് ഇടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം എൻ്റെ സ്കിൻ കെയർ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിളാണ്. അങ്ങനെ അധികമൊന്നുമില്ല. 10 സ്റ്റെപ്പൊക്കെ ഉള്ളടുത്ത് എൻ്റെ സ്കിൻ കെയർ ഒന്നും ബേസിക് പോലും ഇല്ലെന്ന് വേണം പറയാം. പക്ഷേ ഒരു വശം നോക്കിയാൽ ഈ ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ എപ്പോഴും സ്കിൻ കെയർ ഷോർട്ടാക്കി വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നല്ലതായിട്ടിരിക്കുക എന്നുള്ളതാണ്. നല്ല പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റ്സ് തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ 1-2 പേര് വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ എൻ്റെ ഒരു ഡേ ആദ്യം തുടങ്ങുന്നത് തന്നെ ഫേസ് വാഷിൽ നിന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ്. ഈ സെറാവിയുടെ ഫോമിംഗ് ക്ലെൻസറാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ സെറാവിയുടെ ഒരു ഫാനായി മാറിയിട്ടുണ്ടായിരുന്നു. അതും എനിക്കിഷ്ടപ്പെട്ടു, ഇതും എനിക്കിഷ്ടപ്പെട്ടു. രണ്ടും നല്ല ഫേസ് വാഷാണ്. ഞാൻ പിന്നെ ഹൈഡ്രേറ്റിംഗ് യൂസ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഏത് മോയ്സ്ചറൈസർ ഇട്ടാലും ആക്നെ വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആണല്ലോ. പിന്നെ ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സെറാമൈഡ്സ് ഉണ്ട്. അപ്പോൾ സെറാമൈഡ്സ് ഇതുപോലെ സ്കിൻ കൺസേൺസ് ഉള്ളവർക്ക് എപ്പോഴും സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സെറാമൈഡ്സ്. അത് എല്ലാ ഫേസ് വാഷിലും എല്ലാ പ്രോഡക്ട്സിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സെറാവിയുടെ എല്ലാ പ്രോഡക്ട്സിലും അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുന്നത്. ഒരു ഇറിറ്റേഷനും ഇല്ല, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈഡ്രേറ്റിംഗ് മേടിക്കാം, അല്ലെങ്കിൽ ഫോമിംഗ് മേടിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് മേടിക്കാം. ഫോമിംഗ് ആകുമ്പോൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡ്രൈയിങ് ആയിരിക്കും. അതാണുള്ള ഒരു വ്യത്യാസം. പക്ഷേ രണ്ടും നല്ല ഫേസ് വാഷസ് ആണ്. അടുത്ത മോർണിംഗിൽ ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അസിലിക് ആസിഡ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അതെൻ്റെ ആക്നെയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് സ്കിൻ കെയർ അല്ല, ആക്നെ മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജെല്ലാണ്. അപ്പോൾ അത് യൂസ് ചെയ്യും. അതിന് ശേഷം ഓഫ് കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത് ആക്നെ പ്രോൺ അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു റീക്വൽഡ് സൺസ്ക്രീനാണ്. ഈ പരുവം നോക്കണ്ട, കാരണം ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് റീക്വൽഡ് അൾട്രാ ഡ്രൈ മാറ്റ് ടച്ച് സൺസ്ക്രീനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇപ്പം ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിലേ ഇങ്ങനെ മുഖത്തിടുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി ഇങ്ങനെ ഡ്രൈ മാറ്റ്, നിങ്ങൾക്കത് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇൻസ്റ്റൻ്റ്ലി ഇങ്ങനെ മാറ്റായി മാറും. അപ്പോൾ അങ്ങനെ ഒരു സൺസ്ക്രീൻ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഒരുപാട് ഞാൻ മാറ്റി ഉപയോഗിച്ച ഒരാളാണ്. ഈ ഒരു സൺസ്ക്രീൻ കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ മാറ്റി മേടിച്ചിട്ടില്ല. ഇത് തന്നെയാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ഇറിറ്റേഷനും ഇല്ല, നല്ല മാറ്റ് ടച്ചാണ്. പിന്നെ ഇതൊരു പ്രൈമർ പ്ലസ് സൺസ്ക്രീൻ ആണ്. അതായത് സൺസ്ക്രീൻ മാത്രമല്ല, ഒരു പ്രൈമർ പോലെയും വർക്ക് ചെയ്യുക. അതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു സൺസ്ക്രീനാണ്. എല്ലാവർക്കും സ്യൂട്ടാവും എക്സെപ്റ്റ് ഡ്രൈ സ്കിന്നുകാർക്ക് എന്തായാലും സ്യൂട്ടാവത്തില്ല. അപ്പോൾ ബാക്കി ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഓയിലിനെസ് ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കുവേ, ഇൻസ്റ്റൻ്റ്ലി കുറയ്ക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സൺസ്ക്രീൻ. അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വില ഉണ്ട്. ഇതിപ്പോൾ 50 ഗ്രാമിൻ്റെയാണ് എനിക്ക്. പക്ഷേ ഞാൻ മേടിച്ചിട്ടുള്ളത് 600 അതിനകത്തോ ആണ് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കയറി മേടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റിൽ ഞാൻ വീണ്ടും ഫേസ് വാഷ് യൂസ് ചെയ്യും. പിന്നെ ഞാൻ അഡാപ്ലിൻ ജെല്ല് യൂസ് ചെയ്യും. അതും എൻ്റെ ആക്നെയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ഇത്രയും ചെറുതായതുകൊണ്ടാണ് ഞാൻ ചെയ്യണോ വേണ്ടെന്നുള്ള ഡൗട്ട് ഇരുന്നത്. അപ്പോൾ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കയറി ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.